ഇതേ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. കാത്തൂട്ടി ഇതുവരെ സെറ്റായിട്ടില്ല. ഞാൻ വേഗം വന്നിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിച്ച് കാത്തൂട്ടിയെ റെഡിയാക്കിയതാ. നമ്മൾ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാം ആയി. ഇതേ വെയിറ്റ് ചെയ്യാണ് വണ്ടി വരാൻ വേണ്ടി. കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി എത്തി. കാത്തൂട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് ഏട്ടനെ ഇട്ടിട്ട് പോകുന്നത് ഓർക്കുമ്പോൾ. എന്നാലും സാരമില്ല, ഏട്ടനിപ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും. പൊട്ടനും പോയി ചട്ടനും പോയി വീടും കിട്ടി അയലേസ്. ഞാൻ ഇത് പറഞ്ഞ ഏട്ടനെ കളിയാക്കായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്നത് എയർപോർട്ടെത്തി. കാത്തൂട്ടിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട് അച്ഛനെ ഇട്ടിട്ട് പോകുന്നത്. അച്ചാച്ചിയുടെ പ്രിൻസിപ്പളിനോട് പറ, അച്ചാച്ചിയെ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് വിടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ അച്ചാച്ചിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ ഇരുന്നിട്ടാണ് ഈ വോയിസ് കൊടുക്കുന്നത്. ചെക്കിനും ഒക്കെ കഴിഞ്ഞതാണ്. സേഫായിട്ട് ഞങ്ങളിവിടെ വന്ന് ഇരിപ്പുണ്ട്. കാത്തൂട്ടി എന്താ ഫ്ലൈറ്റ് വരാൻ താമസിക്കുന്ന അമ്മയെന്ന് ചോദിച്ച് ചെറിയ ബഹളം വെപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയപ്പോൾ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇനി അവിടുത്തെ വിശേഷങ്ങൾ. ബൈ. നമ്മുടെ കാത്തൂട്ടി ഒരു പക്ഷേ ഇതിൽ ഈ സന്തോഷം ഞാൻ ഇനി മുമ്പ് കണ്ടിട്ടേ ഉണ്ടാവില്ല കേട്ടോ. ഇത് സന്തോഷമാണോ എക്സൈറ്റഡ് ആണോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. കാത്തൂട്ടിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും ഇന്നത്തെ സ്റ്റാർ നമ്മുടെ കാത്തൂട്ടിയല്ലേ. എല്ലാവരും കാത്തൂസിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എയർപോർട്ടിൽ വന്നു കാണുമോ, എന്താവും അവസ്ഥ എന്നൊന്നും അറിയാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം കൂടി വന്നില്ല. പക്ഷെ നമ്മുടെ കാത്തൂട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലഗേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതും കൂടെ കിട്ടി. വേഗം ഈ ഒരാളുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി കാത്തൂട്ടി ഓർഡർ ആവട്ടോ. ഇത് നമ്മുടെ കേശൂട്ടനാണ്. കേശൂട്ടൻ കാത്തൂട്ടി കണ്ടപ്പോഴേ പൊക്കി എടുത്തു കേട്ടോ. ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുന്നില്ല, ഇല്ലേ കാത്തൂട്ടി? പാവം ഞങ്ങളുടെ കേശൂട്ടൻ ഈ ഒരു ദിവസം കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അമ്മുമ്മ, മാമി, മാമച്ചി, അപ്പൂപ്പൻ, അങ്ങനെ എല്ലാവരും. അപ്പൂപ്പൻ സങ്കടപ്പെട്ട് നിൽക്കായിരുന്നു കേട്ടോ കാത്തൂട്ടി കണ്ട സന്തോഷത്തിൽ. ഈ ഒരു സന്തോഷം ഇനി എപ്പോഴാണല്ലേ, ഈ ഒരു ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോലും ഓർക്കുമ്പോഴുള്ളൊരു വിഷമമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഉള്ള സമയം അടിച്ചു പൊളിക്കാം. ഫുൾ വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ. ഈ വരുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. നമ്മുടെ കാത്തൂട്ടി നീട്ടി വിളിക്കുന്ന കേട്ടില്ലേ, അപ്പ പോയിന്ന്. എൻ്റെ അച്ഛൻ്റെ ഈ കഷ്ടപ്പാട് എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? ഞങ്ങൾ ഓർമ്മ വെച്ച നാളെ തൊട്ട് അച്ഛൻ ഈ ഗ്യാസിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അതത്ര നിസ്സാരപ്പെട്ട ജോലിയൊന്നും അല്ല കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എൻ്റെ അച്ഛൻ്റെ കാര്യം വെച്ചിട്ട് ഈ പച്ചിരുമ്പ് ചുമക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ആരും കൂടെ ഒരു ദിവസം പോലും പോവില്ല. ഒരു ദിവസം പോയവർ പിറ്റേന്ന് പോകാൻ മടി കാണിക്കുകയും ചെയ്യും. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മിക്കപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോൾ അച്ഛൻ ഈ ഗ്യാസും കൊണ്ട് പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഷോൾഡർ ഈ ദീപതയൊക്കെ എടുക്കുന്ന തിരുമേനിമാരുടെ കൂട്ട് ഒരു സൈഡ് ഇങ്ങനെ കല്ലിച്ച് കിടക്കാണ്, കല്ലിച്ച് കരിനീലിച്ച്. അത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരാറുണ്ട്. എന്താണ് അച്ഛൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറുന്നതെന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ്റെ ജീവനും ശ്വാസവും ഒക്കെയാണ്. ഇതില്ലാതെ അച്ഛന് ജീവിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയുന്നത്. പാവം എൻ്റെ അച്ഛൻ. ഇന്ന് കാത്തൂട്ടി നമ്മളും കൂടെ പോകുന്നതേ ഒരുപാട് സന്തോഷം തരുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ്. കാത്തൂട്ടി വരാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള മറ്റൊരു ഇടത്തേക്ക്. അതെവിടെയാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഗസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് കലേഷേൻ്റെ വീട്ടിലോട്ടാണ്. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കയറിയതാണ് ഞങ്ങളുടെ പായിപ്പാട് പാലം. പണ്ട് പഠിച്ചിട്ടൊക്കെ വരുമ്പോഴേ ഈ പാലം കയറുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. പറഞ്ഞു വീട്ടിലെത്തിട്ടോ. കുറച്ച് ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. കാത്തൂട്ടി ഓടിപ്പോയി അപ്പൂപ്പനെ പിടിച്ചിട്ടുണ്ട്. അമ്മ പുറകിൽ ഓടി വന്ന് കാത്തൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി. കാത്തിരിക്കായിരുന്നു കാത്തൂട്ടി വരുന്നത്. കാത്തൂട്ടിക്ക് എല്ലായിടം കണ്ടപ്പോൾ, കാത്തൂട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ആളിനും ഭയങ്കര സന്തോഷം. ഇനി ഒരാളും കൂടി വരാനുണ്ട്. അതാരാന്നറിയോ? നമ്മുടെ കല്ലുമോള്. അതായത് എന്നെ വല്യമ്മയെന്ന് വിളിക്കുന്ന എൻ്റെ കല്ലുമോള്. നോക്കിയേ, കല്ലൂട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. കാത്തു ചേച്ചി വീഡിയോ കോളിലൊക്കെ അല്ലേ സാധാരണ കാണുക. ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ സന്തോഷം. എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓടി വന്നു കേട്ടോ കാത്തൂട്ടി വന്നെന്ന് പറഞ്ഞപ്പോൾ. ഇനി ആള് രാജാവാണ്. ഇനി ബാക്കി വിശേഷമൊക്കെ നാളെ പറയാം കേട്ടോ.